എല്ലാവർക്കും ദ ടെസ്റ്റിംഗ് ഇൻസ്റ്റിങ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നു നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന സെലീനിയം ഓട്ടോമേഷൻ ഫ്രെയിംവർക്കിൽ എങ്ങനെ പ്രോപ്പർട്ടീസ് ഫയൽ ആഡ് ചെയ്യും എന്നുള്ളതാണ്. അത് മാത്രമല്ല, ആഡ് ചെയ്ത പ്രോപ്പർട്ടീസ് ഫയലിൽ നിന്ന് ഡാറ്റാസ് റീഡ് ചെയ്യുകയും പ്രോപ്പർട്ടീസ് ഫയലിന്റെ യൂസേജുമാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. നമുക്ക് ഇൻട്രൊഡക്ഷനിലേക്ക് പോവാം. Properties file is used to store the configurable parameters of an application. It's a simple collection of key value pairs that can be passed by the java.util.properties class. Properties file യൂസ് ചെയ്യുന്നത് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷനിലെ കോൺഫിഗറബിൾ പാരാമീറ്റേഴ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ്. അതായത് കോൺഫിഗർ പാരാമീറ്റേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ബ്രൗസറിന്റെ വാല്യൂ അല്ലെങ്കിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന URL വാല്യൂ. അപ്പോൾ URL ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ പല എൻവയോൺമെന്റ് ടെസ്റ്റ് ചെയ്യും. എൻവയോൺമെന്റ് ടെസ്റ്റ് ചെയ്യും, സ്റ്റേജിംഗ് എൻവയോൺമെന്റ് ടെസ്റ്റ് ചെയ്യും, ലോക്കൽ എൻവയോൺമെന്റ് ടെസ്റ്റ് ചെയ്യും. അങ്ങനെ കോൺഫിഗറബിൾ ആക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഈ പ്രോപ്പർട്ടീസ് ഫയലിലായിരിക്കും. അതുപോലെ ബ്രൗസറിന്റെ വാല്യൂ നമ്മൾ ടെസ്റ്റ് കേസ് പല ബ്രൗസറിലും എക്സിക്യൂട്ട് ചെയ്യും. അപ്പം നമ്മൾ ടെസ്റ്റ് കോഡിൽ ചേഞ്ച് ചെയ്യാതെ പ്രോപ്പർട്ടീസ് ഫയൽ മാത്രമായിരിക്കും വാല്യൂസ് ചേഞ്ച് ചെയ്യുന്നത്. അതനുസരിച്ച് എക്സിക്യൂഷൻ സംഭവിച്ചോളൂ. നമ്മൾ ടെസ്റ്റ് കോഡ് ടച്ച് ചെയ്യുന്നില്ല, ഈ പ്രോപ്പർട്ടീസ് ഫയലിൽ മാത്രം ചേഞ്ചസ് വരുത്തുന്നു. അതനുസരിച്ച് ടെസ്റ്റ് കേസുകൾ എക്സിക്യൂട്ട് ആകുന്നു. ഇനി നമുക്ക് എങ്ങനെയാണ് പ്രോപ്പർട്ടീസ് ഫയൽ ആഡ് ചെയ്യുന്നത് നോക്കാം. ഞാൻ എക്ലിപ്സ് ID സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. SRC മെയിൻ റിസോഴ്സിനകത്ത് ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ന്യൂവിൽ ഹോവർ ചെയ്യുന്നു. അതിനുശേഷം ഫയൽ എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. ക്രിയേറ്റ് എ ന്യൂ ഫയൽ റിസോഴ്സ് എന്നുള്ളത്, ആ ഫയൽ ബട്ടണിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ config.properties എന്ന് പറഞ്ഞ് ഞാൻ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇവിടെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എക്സ്റ്റൻഷൻ കറക്റ്റ് ആയിട്ട് പ്രോപ്പർട്ടീസിന് സ്പെല്ലിംഗ് തെറ്റാതെ കൊടുക്കുക. ഇനി ഈ ഫയലിനകത്ത് എങ്ങനെയാണ് കീ വാല്യൂ പേഴ്സ് ആയിട്ട് ഡേറ്റാസ് ആഡ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഇറ്റ് ഈസ് എ സിമ്പിൾ കളക്ഷൻ ഓഫ് കീ വാല്യൂ പേഴ്സ് ദാറ്റ് ക്യാൻ ബി പാസ്ഡ് ബൈ ദ java.util.properties ക്ലാസ്. അതായത് ഈ ഫയലിനകത്ത് ഒരു കീ വാല്യൂ പേഴ്സിന്റെ കളക്ഷൻ ആയിരിക്കും ഉള്ളത്. അത് പാസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ജാവയിലെ തന്നെ util.properties എന്ന് പറഞ്ഞ ക്ലാസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ ഫയൽ റീഡ് ചെയ്യാൻ വേണ്ടി എക്സ്റ്റേണൽ ആയിട്ട് ഒരു ഡിപ്പെൻഡൻസി നമ്മുടെ മെയിൻ പ്രൊജക്റ്റിനകത്ത് form.xml ഫയലിനകത്ത് ആഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. കോൺഫിഗർ ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് നമുക്ക് രണ്ട് രീതിയിൽ ഈ ഫയലിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. ഒന്ന് പ്രോപ്പർട്ടി നെയിം ഈക്വൽ ടു പ്രോപ്പർട്ടി വാല്യൂ, രണ്ടാമത് പ്രോപ്പർട്ടി നെയിം കോളൻ പ്രോപ്പർട്ടി വാല്യൂ. ഞാൻ ഈ രണ്ട് പാരാമീറ്റേഴ്സ് ഞാൻ ഈ പ്രോപ്പർട്ടീസ് ഫയലിലേക്ക് ആഡ് ചെയ്യുവാണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ബ്രൗസറിന്റെ വാല്യൂ ഈക്വൽ ടു ക്രോം എന്നാണ് കൊടുത്തിരിക്കുന്നത്. URLന്റെ വാല്യൂ കോളം കഴിഞ്ഞിട്ടാണ് അതിന്റെ കറസ്പോണ്ടിങ് വാല്യൂ കൊടുത്തിരിക്കുന്നത്. അപ്പൊ കോളനും യൂസ് ചെയ്യാൻ പറ്റും, ഈക്വലും യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഈ രണ്ടിന്റെയും വാല്യൂ റീഡ് ചെയ്യാൻ വേണ്ടി ഒരു യൂട്ടിലിറ്റി മെത്തേഡ് ഞാൻ utilities.java എന്ന ക്ലാസ്സിനകത്ത് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. utilities.java എന്ന ക്ലാസ് ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന SRC മെയിൻ ജാവ എന്ന സോഴ്സ് ഫോൾഡറിനകത്തെ com.utilities എന്ന പാക്കേജിനകത്താണ്. അപ്പം ഈ യൂട്ടിലിറ്റി ക്ലാസ്സിനകത്ത് ഞാൻ config.properties എന്ന ഫയൽ റീഡ് ചെയ്യാനുള്ള കോഡ് എഴുതാൻ പോവുകയാണ്. ഈ ഫയൽ ഞാൻ സേവ് ചെയ്യുന്നു. അതിനുശേഷം പബ്ലിക് സ്റ്റാറ്റിക് string get properties file value. ഈ മെത്തേഡ് പാരാമീറ്ററൈസ് ചെയ്യുവാണ്. ഏത് പ്രോപ്പർട്ടി ആണ് അല്ലെങ്കിൽ ഏത് കീ ആണ് നമുക്ക് ഫെച്ച് ചെയ്ത്, ഏത് കീയുടെ വാല്യൂ ആണ് ഫെച്ച് ചെയ്തെടുക്കുന്നതെന്നായിരിക്കും നമ്മൾ ഈ മെത്തേഡ് വിളിക്കുമ്പോൾ പാസ് ചെയ്യുന്നത്. സ്ട്രിംഗ് പ്രോപ്പർട്ടി നെയിം റിട്ടേൺ കീവേഡ് ആഡ് ചെയ്തു. പ്രോപ്പർട്ടി വാല്യൂ എന്ന് പറഞ്ഞ് ഒരു സ്ട്രിങ് ഞാൻ ഇനിഷ്യലൈസ് ചെയ്യുവാണ്. ഇനി നമുക്ക് പ്രോപ്പർട്ടീസ് എന്ന ക്ലാസിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. പ്രോപ്പർട്ടീസ് prop ഈക്വൽ ടു ന്യൂ
പ്രോപ്പർട്ടീസ്. അത് ഇമ്പോർട്ട് ആയിരിക്കുന്നത് java.util.properties എന്ന ക്ലാസ്സിൽ നിന്നാണ്. ഇനി നമുക്ക് ഫയൽ ഇൻപുട്ട് സ്ട്രീമിന്റെ ഒരു ഒബ്ജക്റ്റ് റെഫറൻസ് ക്രിയേറ്റ് ചെയ്യണം. ഫയൽ ഇൻപുട്ട് സ്ട്രീം FIS equal to new file input stream. ഇവിടെ നമ്മൾ റീഡ് ചെയ്യേണ്ട ഫയലിന്റെ ലൊക്കേഷൻ ആണ് ഡബിൾ കോട്ട്സിൽ കൊടുക്കേണ്ടത്. ലൊക്കേഷൻ നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാം. ഞാൻ ഈ config.properties റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം പ്രോപ്പർട്ടീസ് സെലക്ട് ചെയ്യുന്നു. ഇവിടെ പാത്ത് എന്നൊരു സെക്ഷൻ ഉണ്ട്. ഇതിനകത്ത് ഞാൻ SRC മെയിൻ റിസോഴ്സസ് തൊട്ടുള്ള ഭാഗം കോപ്പി ചെയ്യുന്നു. അതിവിടെ കൊടുക്കുന്നു. അതിനുശേഷം ഇവിടെ ഒരു ഡോട്ടും കൂടെ കൊടുക്കുന്നു. അപ്പോൾ ഈ റൂട്ട് പാത്തിൽ നിന്ന് എടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് എക്സെപ്ഷൻ ത്രോ ചെയ്യാം. ഓക്കെ. ഇനി prop ഒബ്ജക്റ്റ് റെഫറൻസ് യൂസ് ചെയ്ത് ഫയൽ ഇൻപുട്ട് സ്ട്രീമിന്റെ ഒബ്ജക്റ്റ് ലോഡ് ചെയ്യണം. prop ഡോട്ട് ലോഡ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്. അവിടെ ഫയൽ ഇൻപുട്ട് സ്ട്രീമിന്റെ ഒബ്ജക്റ്റ് റെഫറൻസ് പാസ് ചെയ്യുക. ഇനി നമുക്ക് പ്രോപ്പർട്ടി വാല്യൂ എന്നുള്ള സ്ട്രിങ്ങിലേക്ക് prop എന്ന ഒബ്ജക്റ്റ് യൂസ് ചെയ്ത് prop ഡോട്ട് ഗെറ്റ് പ്രോപ്പർട്ടി എന്നൊരു മെത്തേഡ് ഉണ്ട്. അതിലേക്ക് പ്രോപ്പർട്ടി നെയിം എന്നുള്ള വാല്യൂ പാസ് ചെയ്യുക. ഇനി എക്സെപ്ഷൻ ത്രോ ചെയ്തേക്കുക. ആഡ് ത്രോസ് ഡിക്ലറേഷൻ എന്ന ഓപ്ഷൻ ഞാൻ സെലക്ട് ചെയ്യുന്നു. റിട്ടേൺ പ്രോപ്പർട്ടി വാല്യൂ എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പം നമ്മൾ പ്രോപ്പർട്ടീസ് ഫയൽ റീഡ് ചെയ്യാനുള്ള യൂട്ടിലിറ്റി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ബേസ് ക്ലാസ്സിൽ ബ്രൗസർ യൂസ് ചെയ്യുന്നിടത്തും അതുപോലെ ഈ URL കൊടുത്തിരിക്കുന്നിടത്തും ഈ മെത്തേഡ് നമ്മൾ കോൾ ചെയ്യാൻ പോവാണ്. ഞാൻ ഈ ഒരു ലൈൻ ഓഫ് കോഡ് ഞാൻ ഒന്നുകൂടെ കോപ്പി ചെയ്യുവാണ്. നിങ്ങൾക്ക് ചേഞ്ച് മനസ്സിലാവാൻ വേണ്ടിയാണ്. അത് ഇത് ഞാൻ കമന്റ് ചെയ്തിടും. ഓക്കെ, ഇനി ഇവിടെ യൂട്ടിലിറ്റീസ് ഡോട്ട് ഗെറ്റ് പ്രോപ്പർട്ടീസ് ഫയൽ വാല്യൂ നമുക്ക് വേണ്ട പ്രോപ്പർട്ടി ആണ് പാസ് ചെയ്യേണ്ടത്. അതായത് config.properties കൊടുത്തിരിക്കുന്ന പ്രോപ്പർട്ടി നെയിം എന്ന് പറയുന്ന ഇതാണ്. അപ്പോൾ ഈ പ്രോപ്പർട്ടി നെയിം ആണ് അവിടെ കൊടുക്കേണ്ടത്. ബ്രൗസർ എന്നുള്ളത് കൊടുക്കുക. അത് സ്ട്രിംഗ് ആണ്, അതുകൊണ്ട് ഡബിൾ കോട്ട്സിൽ കൊടുക്കണം. ഓക്കെ, ഇനി ഇതേ മെത്തേഡ് തന്നെ ഇവിടെയും വിളിക്കാം. കോൾ ചെയ്യുന്നതിന് മുമ്പ് ഇത് ഞാൻ കോപ്പി ചെയ്യുകയാണ്. എന്ത് ചേഞ്ച് ആണ് വരുത്തിയത് നിങ്ങൾക്ക് പിന്നെ ഈ വീഡിയോ നോക്കുമ്പോൾ മനസ്സിലാവാൻ വേണ്ടിയാണ്. അതിനുശേഷം ആ മെത്തേഡ് ഞാൻ ഇവിടെയും വിളിക്കുന്നു. യൂട്ടിലിറ്റീസ് ഡോട്ട് ഗെറ്റ് പ്രോപ്പർട്ടീസ് ഫയൽ വാല്യൂ. ഏത് പ്രോപ്പർട്ടി നെയിമാണ് വിളിക്കേണ്ടതെന്നുള്ളത് നമ്മൾ നോക്കി ജസ്റ്റ് കോൾ ചെയ്താൽ മാത്രം മതി. URL എന്നുള്ള കീ ആണ് നമുക്ക് ഇവിടെ പാസ് ചെയ്യേണ്ടത്. കീ വാല്യൂ പെയർ എന്ന് പറയാം, അല്ലെങ്കിൽ പ്രോപ്പർട്ടി നെയിം അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോപ്പർട്ടി വാല്യൂ എന്ന് പറയാം. ഇതിൽ കീ വാല്യൂ എന്ന് പറയുമ്പോൾ കീ ബ്രൗസറാണ്, അതുപോലെ URL കീ ആണ്. ക്രോം എന്നുള്ളതും അതുപോലെ ഈ URLന്റെ വാല്യൂ എന്ന് പറയുന്നത് വാല്യൂ ആണ്. ഈ പ്രോപ്പർട്ടി നെയിം എന്ന് പറഞ്ഞാൽ ബ്രൗസറും URL പ്രോപ്പർട്ടി നെയിമാണ്. പ്രോപ്പർട്ടി വാല്യൂ എന്ന് പറയുന്നത് ക്രോമും ഈ URL ആണ്. ഞാൻ ഈ വീഡിയോയിൽ രണ്ടും മാറി മാറി യൂസ് ചെയ്തിട്ടുണ്ട്. ആ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി ഞാനത് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇതൊരു കോമ്പിനേഷൻ ഓഫ് കീ വാല്യൂ ആണെന്നുള്ളത് മനസ്സിലാക്കുക. കീ വാല്യൂ പേഴ്സ് ആണ് ഈ config.properties എന്ന ഫയലിനകത്ത് കൊടുക്കുന്നത്. അപ്പം നമ്മൾ യൂട്ടിലിറ്റി എഴുതി ഈ ക്ലാസ്സിൽ. അതിനുശേഷം ആ യൂട്ടിലിറ്റി മെത്തേഡിനെ നമ്മൾ ക്ലാസ് നെയിം ഡോട്ട് വിളിച്ചു. എന്നിട്ട്
ഏത് പർട്ടിക്കുലർ പ്രോപ്പർട്ടി നെയിമിന്റെ വാല്യൂ ആണോ നമുക്ക് വേണ്ടത് ആ പ്രോപ്പർട്ടി നെയിം ആ മെത്തേഡിൽ പാസ് ചെയ്യുക. അപ്പം ബ്രൗസറിന്റെ കേസിൽ ബ്രൗസർ എന്നുള്ള കീ അല്ലെങ്കിൽ പ്രോപ്പർട്ടി നെയിം പാസ് ചെയ്തു. URLന്റെ കേസിൽ നമ്മൾ URL എന്ന കീ അല്ലെങ്കിൽ പ്രോപ്പർട്ടി നെയിം പാസ് ചെയ്തു. ഇനി ടെസ്റ്റ് കേസുകൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ വാല്യൂ ഫെച്ച് ചെയ്തെടുക്കുന്നത് config.properties എന്ന ഫയലിനകത്താണ്. ഇനി നമുക്ക് ടെസ്റ്റ് കോഡിനകത്ത് ചേഞ്ച് വരുത്തേണ്ട ആവശ്യമില്ല. URL ചേഞ്ച് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ബ്രൗസറിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യണമെങ്കിലോ അങ്ങനെ ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ config.properties ചേഞ്ച് വരുത്തിയാൽ മതി. അതനുസരിച്ച് എക്സിക്യൂഷൻ ബ്രൗസർ ആണെങ്കിലും URL ആണെങ്കിലും നമുക്ക് ചേഞ്ച് ചെയ്ത് റൺ ചെയ്യിക്കാൻ പറ്റും. ഇനി നമുക്കിത് കറക്റ്റായിട്ട് വർക്ക് ആകുന്നുണ്ടോ എന്ന് നോക്കാം. ഞാൻ ഒരു ടെസ്റ്റ് കേസ് മാത്രമായിരിക്കും റൺ ചെയ്യുന്നത്, ഇല്ലെങ്കിൽ വെറുതെ വീഡിയോയുടെ ലെങ്ത് കൂടും. കൺസെപ്റ്റ് സ്യൂട്ട് ആയിട്ട് റൺ ചെയ്താലും അല്ലെങ്കിൽ ക്ലാസ് ആയിട്ട് റൺ ചെയ്താലും കമാൻഡ് പ്രോംപ്റ്റിൽ കൂടെ റൺ ചെയ്താലും അതുപോലെ ഒരു സിംഗിൾ മെത്തേഡ് ആയിട്ട് റൺ ചെയ്താലും സെയിം ആണ്. അതുകൊണ്ട് ഞാൻ ഒരു സിംഗിൾ മെത്തേഡ് വെച്ച് മാത്രമായിരിക്കും റൺ ചെയ്യുന്നത്. ഞാൻ ഹോം ടെസ്റ്റ് എന്ന ക്ലാസ് സെലക്ട് ചെയ്യുകയാണ്. അതിൻ്റെ അകത്ത് സ്വാഗ് ലാബ് സെറ്റിംഗ് ടെസ്റ്റ് എന്നുള്ള മെത്തേഡാണ് റൺ ചെയ്യാൻ പോകുന്നത്. ഇതൊരു ടെസ്റ്റ് മെത്തേഡാണ്. @ടെസ്റ്റ് വെച്ച് അനോട്ടേറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാൻ റൺ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു. URL എടുത്തു, അതുപോലെ ബ്രൗസറിന്റെ വാല്യൂ എടുത്തു. ഇനി നമുക്ക് ഇതിനകത്ത് വാല്യൂ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അതനുസരിച്ചുള്ള ചേഞ്ചസ് നമ്മുടെ ടെസ്റ്റ് കേസ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ വരുന്നുണ്ടോ നോക്കാം. ഞാൻ config.properties com എന്നുള്ളത് മാറ്റി എഡ്ജ് എന്നാക്കുവാണ്. ഇനി നമുക്ക് സെയിം ടെസ്റ്റ് മെത്തേഡ് തന്നെ റൺ ചെയ്ത് നോക്കാം. ഇത്തവണ എഡ്ജ് റൺ ആവും നോക്കാം. മൈക്രോസോഫ്റ്റ് എഡ്ജ് വെബ് ഡ്രൈവർ വാസ് സ്റ്റാർട്ട് സക്സസ്ഫുള്ളി എന്നുള്ള ലോഗോ വന്നിരിക്കുന്നത് കാണാം. എഡ്ജ് ഓപ്പൺ ആയി, ടെസ്റ്റ് കേസ് എക്സിക്യൂട്ട് ആയി. അപ്പോൾ ഇത് കറക്റ്റായിട്ട് വർക്ക് ആവുന്നുണ്ട്. ഇനി പ്രോപ്പർട്ടീസ് ഫയൽ റിലേറ്റഡ് കുറച്ച് പോയിന്റ്സ് ഉണ്ട്, അത് നമുക്ക് നോക്കാം. ഇനി വൈറ്റ് സ്പേസിന്റെ കാര്യമാണ്. അതായത് white space that appears between the property name and property value is ignored. White space at the beginning of the line is also ignored. അതായത് ഇവിടെ ഞാനൊരു വൈറ്റ് സ്പേസ് കൊടുത്തു, അതായത് ബ്രൗസറിന് മുമ്പിൽ ഒരു വൈറ്റ് സ്പേസ് കൊടുത്തു. അതുപോലെ ഈ URL കഴിഞ്ഞൊരു സ്പേസ് കൊടുത്തു, അതുപോലെ അതിന്റെ വാല്യൂവിന് മുമ്പും ഒരു സ്പേസ് കൊടുത്തു. ഞാൻ എഡ്ജ് എന്നുള്ളത് മാറ്റി വീണ്ടും ഫ്രോം തന്നെ ആക്കുവാണ്. ഓക്കെ, ഇനി ടെസ്റ്റ് കേസ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് വർക്കാവും. കാരണം ഈ വൈറ്റ് സ്പേസ് ഇഗ്നോർ ചെയ്തോളും എക്സിക്യൂഷൻ സമയത്ത്. അതുപോലെ ഇവിടെ കൊടുത്തിരിക്കുന്ന വൈറ്റ് സ്പേസും ഇവിടെ കൊടുത്തിരിക്കുന്ന വൈറ്റ് സ്പേസും ഇഗ്നോർ ചെയ്യും. നമുക്കതൊന്ന് വെരിഫൈ ചെയ്യാം. കറക്റ്റായിട്ട് വർക്ക് ആകുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ വൈറ്റ് സ്പേസ് കൊടുത്താൽ അത് ഇഗ്നോർ ചെയ്യുമെന്ന് മനസ്സിലാക്കുക. ഇനി കമന്റ്സ് പ്രോപ്പർട്ടീസ് ഫയലിൽ എങ്ങനെ ആഡ് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. കമന്റ്സ് ആഡ് ചെയ്യാൻ വേണ്ടി ഒന്നെങ്കിൽ എക്സ്ക്ലമേഷൻ എന്ന സിമ്പിൾ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഹാഷ് സിമ്പിൾ യൂസ് ചെയ്താൽ മതി. ഞാൻ കമന്റ്സ് ആഡ് ചെയ്യുന്നത് കാണിക്കാം. എക്സ്ക്ലമേഷൻ ഞാൻ യൂസ് ചെയ്യുവാണ്. ദിസ് ഈസ് ടു പാസ് ബ്രൗസർ നെയിം. ഇനി ഇത്തവണ ഞാൻ പുതിയ കമന്റിൽ ഹാഷ് എന്ന സിമ്പിൾ യൂസ് ചെയ്യുവാണ്. നിങ്ങൾക്ക് കാണാം കളർ കോഡ് ചേഞ്ച് ആകുന്നത്. ഇതിപ്പോൾ ഗ്രീൻ കളറിലാണ് കാണിക്കുന്നത്. ഇതും ഗ്രീൻ കളറിലാണ്, ഇതും ഗ്രീൻ കളറാണ്. അപ്പോൾ ഇത് കമന്റ് ആയിട്ടാണ് ഇപ്പം വർക്ക് ആകുന്നത്. ദിസ് ഈസ് ടു പാസ് ജസ്റ്റ് URL വാല്യൂ. ഇനി നമുക്ക് വീണ്ടും ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം കറക്റ്റായിട്ട് വർക്ക് ആകുന്നുണ്ടോ. കമന്റ് ആഡ് ചെയ്ത ശേഷം ഒന്ന് റൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു.
കമന്റ് ആഡ് ചെയ്ത ശേഷവും കറക്റ്റായിട്ട് വർക്ക് ആകുന്നുണ്ട്. അപ്പോൾ കമന്റ്സ് വളരെ യൂസ്ഫുൾ ആണ്. എന്തിനാണ് ഈ പർട്ടിക്കുലർ കീയും വാല്യൂവും കൊടുത്തിരിക്കുന്നതെന്ന് ഈ ഫയൽ നോക്കുന്നവർക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. അപ്പോൾ അതാണ് കമന്റ്സിന്റെ ഒരു യൂസേജ്. ഇനി പറഞ്ഞിരിക്കുന്നത് ഇൻവാലിഡ് കീ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇൻവാലിഡ് കീ നമ്മുടെ കോഡിൽ യൂസ് ചെയ്യുമ്പോൾ നൾ പോയിന്റർ എക്സെപ്ഷൻ ജാവ കമ്പൈലർ ത്രോ ചെയ്യും റൺ ടൈമിൽ. അത് നമുക്കൊന്ന് വെരിഫൈ ചെയ്യാം. ഞാൻ ബേസ് ഡോട്ട് ജാവയ്ക്കകത്ത് URL എന്ന കീ മാറ്റി ഞാൻ URL 1 എന്ന് പറഞ്ഞൊരു കീ കൊടുക്കുകയാണ്. അങ്ങനെ ഒരു കീ config.properties ഇല്ല. അപ്പം അങ്ങനെയുള്ള കേസിൽ ഈ ടെസ്റ്റ് കേസ് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരു റൺ ടൈം എക്സെപ്ഷൻ നൾ പോയിന്റർ എക്സെപ്ഷൻ ആയിരിക്കും ഡിസ്പ്ലേ ചെയ്യുന്നത്. നമുക്ക് വെരിഫൈ ചെയ്യാം. ബ്രൗസർ ലോഞ്ച് ആയില്ല. നിങ്ങൾക്ക് കാണാം അവിടെ ഒരു നൾ പോയിന്റർ എക്സെപ്ഷൻ ലോഗിൽ വന്നിരിക്കുന്ന കൺസോളിൽ. അപ്പം നമ്മൾ വാല്യൂസ് അല്ലെങ്കിൽ കീ പാസ് ചെയ്യുമ്പോൾ കറക്റ്റ് കീ പാസ് ചെയ്യുക, ഇല്ലെങ്കിൽ ഇതുപോലെ എറർ വരും. ഞാൻ തിരിച്ച് URL ആക്കി. ഇനി നമുക്ക് അവസാനത്തെ പോയിന്റ് കൂടെ നോക്കാം. ഇൻ കേസ് ഓഫ് ഡ്യൂപ്ലിക്കേറ്റ് കീസ് ദ ലാസ്റ്റ് വാല്യൂ ഓഫ് ദ സെയിം കീ വിൽ ബി ടേക്കൺ. അതായത് ഈ config.properties എന്ന ഫയലിനകത്ത് ഇതുപോലെ സെയിം കീ തന്നെ മൾട്ടിപ്പിൾ ടൈംസ് മെൻഷൻ ചെയ്യുന്നു വിചാരിക്കുക. ഞാൻ ഇവിടെ സോഴ്സ് ഡെമോ എന്നുള്ള മാറ്റി ഗൂഗിളിൽ നിന്നാക്കി. ഡ്യൂപ്ലിക്കേറ്റ് കീസ് ആഡ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല. അപ്പം ഡ്യൂപ്ലിക്കേറ്റ് കീസ് ആഡ് ചെയ്യുമ്പോൾ ഏറ്റവും അവസാനം ആഡ് ചെയ്ത ഡ്യൂപ്ലിക്കേറ്റ് കീയുടെ വാല്യൂ ആയിരിക്കും എടുക്കുന്നത്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി നമ്മൾ ടെസ്റ്റ് കേസ് റൺ ചെയ്യുമ്പോൾ സോഴ്സ് ഡെമോ എന്ന വെബ്സൈറ്റ് ആയിരിക്കില്ല ഓപ്പൺ ആകുന്നത്. ഗൂഗിളിൻ്റെ ലിങ്ക് ആയിരിക്കും ഓപ്പൺ ആകുന്നത്. നമുക്ക് വെരിഫൈ ചെയ്യാം. google.com ആണ് ഓപ്പൺ ആയി വന്നത്. ഡ്യൂപ്ലിക്കേറ്റ് കീ ആഡ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യുക. ശ്രദ്ധിച്ചു വേണം. ഒത്തിരി കോൺഫിഗറബിൾ ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് ഈ ഫയലിനകത്ത് ആഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അങ്ങനെ ഒരു മിസ്റ്റേക്ക് വന്നേക്കാം. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രോപ്പർട്ടീസ് ഫയൽ റിലേറ്റഡ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ പ്രൊജക്റ്റിനകത്ത് യൂട്ടിലിറ്റീസ് എന്ന ക്ലാസ്സിനകത്ത് പ്രോപ്പർട്ടീസ് ഫയൽ റീഡ് ചെയ്യാൻ ഒരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്തു. അതുപോലെ config.properties എന്ന് പറഞ്ഞ് ഒരു ഫയൽ ആഡ് ചെയ്തു. ഇതിന്റെ എക്സ്റ്റൻഷൻ .properties എന്നുള്ളതാണ്. അതിൻ്റെ അകത്ത് കീ വാല്യൂ പേഴ്സ് ആയിട്ട് നമ്മൾ കോൺഫിഗർ ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് പാസ് ചെയ്യും. ഈക്വൽ ടു എന്ന സിമ്പിൾ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ കോളം യൂസ് ചെയ്യും. വൈറ്റ് സ്പേസസ് ലൈനിന്റെ തുടക്കത്തിലുണ്ട്, അത് ഇഗ്നോർ ചെയ്യുക. അതുപോലെ കോളന്റെ പുറകിലും ഫ്രണ്ടിലുമായിട്ട് വൈറ്റ് സ്പേസ് ഉണ്ടെങ്കിലും ഇഗ്നോർ ചെയ്തോളൂ. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ആണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സിൽ ചോദിക്കുക. അതുപോലെ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തേക്കുക. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്.